എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ആണ് ആവേശം കണ്ടിട്ട് വന്ന ഇന്നലെ പോയിട്ട് സംഭവം എങ്ങനെയുണ്ട് അത് പറ. എന്റെ റിവ്യൂ മുഴുവൻ കേട്ടതാണ്, നാട്ടുകാർ മൊത്തം കണ്ടതാണ്. എന്താണ് കണ്ടിട്ട് അഭിപ്രായം? കണ്ടിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായം എനിക്ക് പറയാണ്ട്. പക്ഷെ എനിക്കൊരാളെ കാണണം നേരിട്ട്, ഹിപ്സ്റ്ററിനെ കാണാൻ പോയ ഒരാളുടെ അവസ്ഥ നീ അതിനകത്ത് കണ്ടില്ലായിരുന്നു? അതാണ് കേട്ടെ. പക്ഷെ ഞാൻ കാണുമ്പോൾ ശരിക്കും കാണില്ല തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ കണ്ടു കേട്ടോ. ഹിപ്സ്റ്ററിനെ തൊട്ടാണ്ടല്ലോ. തൊടാനൊന്നല്ല, ഞാൻ എൻ്റെ ഭാഗത്താണ്. അതായത് ഞാൻ സിനിമ കണ്ടപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായിട്ട് തപ്പിക്കൊണ്ടിരുന്നൊരു സാധനം എനിക്ക് കിട്ടി. മിസ്സിംഗ് ആയിരുന്നു. ഇത് എന്റെ ടീഷർട്ട് സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് കരുതിയിട്ട് എന്റെ ടീഷർട്ട് ഊരി പോയിരിക്കുക. സിനിമയിൽ ഇട്ടോണ്ട് നടക്കുക. അത് ഒരു സീനിലൊക്കെ ആണെങ്കിൽ പോട്ടെന്ന് എനിക്ക് 3 സീനില് അലക്കിയോ? അലക്കിയിട്ടൊന്നുമില്ല, ഞാൻ ഊരി പോകുന്നു. താഴെ എന്റെ ടീഷർട്ട് എന്ന് പറഞ്ഞ് കുത്തി പിടിച്ച് വാങ്ങി പിടിച്ചു കുറച്ച് എന്താണെങ്കിൽ കൊള്ളാം. ഇനി സിനിമയിലേക്ക് സത്യം പറഞ്ഞ ഇതിന്റെ ആവേശത്തിന്റെ ഈ റിവ്യൂ പറയണ്ട എങ്ങനെയാണെന്ന് അറിയാം. ഭയങ്കര ആവേശത്തിൽ പറയണം, നല്ല ത്രില്ലിൽ പറയണം. സിനിമ ഞാൻ ഫുള്ള് കണ്ടിരുന്നത് ഭയങ്കര ആവേശത്തിലായിരുന്നു. കിടിലെന്ന് പറഞ്ഞാൽ കിടിലൻ. എന്തായാലും ഒരു ക്ലാഷ് നടക്കുന്നുണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷമാണോ ആവേശമാണോ ഏറ്റവും സൂപ്പർ എന്നുള്ളത്, അതൊന്നും ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ രണ്ടും കണ്ട ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആവേശമാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ മുകളിൽ നിൽക്കുന്നത്. ഒരുപാട് കാരണങ്ങൾ കൊണ്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇത് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആദ്യം തന്നെ പറയാം, ഈ ക്യാരക്ടറൈസേഷൻ, അതായത് നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ഫഫയുടെ പൂന്ത് വിളയാട്ടാണ്, അഴിഞ്ഞാട്ടാണ്. ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യാൻ ഭൂമി മലയാളത്തിൽ വേറെ ആളില്ല. അതൊരു സത്യമായിട്ടുള്ള കാര്യം. ഫഫ തന്നെ പറഞ്ഞ ഫഫയുടെ ഫേവറേറ്റ് ഏതാന്ന് ചോദിച്ച ക്യാരക്ടർ ഇതുവരെ ചെയ്തത് അത് പ്രേക്ഷകരും പറയും അതേ അഭിപ്രായത്തിൽ. അതായത് ഫഹദ് ചെയ്ത കഥാപാത്രങ്ങളിൽ വളരെ വൈവിധ്യമുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൽ എപ്പോഴും മികച്ചു നിൽക്കുന്ന, ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സാധനം തന്നെയായിരിക്കും രംഗ. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറേ അത് സാധാരണ കുറച്ച് സെന്റി ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് കോമഡി മാത്രമുള്ളതാണെങ്കിലും ഓക്കെ, അങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്തു പോകും. പക്ഷെ ഇതിനകത്ത് ഏതൊക്കെ ഭാവങ്ങൾ സൈക്കോ വരുന്നുണ്ട്, പിന്നെ സെന്റിമെന്റൽ ആയിട്ടുള്ള സാധനം വരുന്നുണ്ട്, ആക്ഷൻ വരുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്. അതായത് ഒരു 5-6 ഭാവങ്ങള് ഒരൊറ്റ ക്യാരക്ടർ കാണിച്ചിട്ട് പോകണം. അതും എല്ലാ രീതിയിലും പല അവസ്ഥാന്തരങ്ങളിലൂടെയാണ് കടന്നു. അത് ആളുടെ ക്യാരക്ടറൈസേഷൻ കൂടി അങ്ങനെ ആകുമ്പോഴേ എന്തൊരു രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ആ കഥാപാത്രം എന്താണെന്നുള്ളത് സീരിയസ് ആണോ, ഈ കഥക്ക് അങ്ങനെ പ്രശ്നമുണ്ട്, വിശ്വസിക്കൂല പറഞ്ഞല്ലേ, നല്ല ലോജിക്കും ഒക്കെ. അതായത് നമ്മുടെ ഹോം സിനിമയിൽ ശ്രീനാഥ് വാസി ഇന്ദ്രൻസിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ കഥകളെ കേൾക്കുന്നത് ഫുള്ള് തള്ളായിരിക്കും. അതെ, സിനിമയിൽ അഭിനയിക്കുന്നവർക്കും തോന്നും ഇത് തള്ളാണ്, കാണുന്ന നമുക്കും തോന്നും ഇത് തള്ളാണ്. അത് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്ന രീതിയാണ് കേട്ടോ അതിന്റെ ഒരു ഏറ്റവും പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ. ഇതിലെല്ലാം നമുക്ക് തള്ളാന്ന് തോന്നിയിട്ട് പിന്നീട് അറിയുമ്പോഴുള്ള അതിൽ സ്റ്റുഡൻസ് ആയിട്ട് വന്നുള്ള ഹിപ്സ്റ്റർ, പിന്നെ മറ്റ് 2 പയ്യന്മാർ, ഇവർ വളരെ മികച്ച രീതിയിലാണ് അഭിനയിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ നമുക്ക് ഇവർ അഭിനയിക്കുകയാണല്ലോ അങ്ങനെ തോന്നുകയില്ല. സത്യം, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ മച്ചാൻ പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു, നമ്മുടെ മൻസൂർ അലിഖാന്റെ ക്യാരക്ടർ. എനിക്ക് അതും പക്കയായിട്ട് തോന്നിയത്. അത്രത്തോളം സൂപ്പറായിട്ടാണ്, ഞാൻ അത്രത്തോളം എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഒരു പ്രത്യേകത ഉണ്ട്, ഈ 3 സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അതിൽ ഈ 3 സ്റ്റുഡൻസിൻ്റെയും ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്, ഇവർ ഒരു സമയത്ത് ഹിപ്സ്റ്റർ ആയിരിക്കും ഇതിൽ തല, കുറച്ച് കഴിഞ്ഞിട്ട് ഇതിൽ വേറൊരാൾ തലയായി മാറും, പിന്നെ മറ്റേ ആൾ തലയാവും. അതാണ് ഇതിൻ്റെ ഇൻട്രസ്റ്റിങ്. അതായത് നമുക്ക് അങ്ങനെയാണല്ലോ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഏതെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നായകനായിട്ടുള്ള ഒരാളുണ്ടാവും. അപ്പം അത് സാധാരണ എപ്പോഴും സിനിമ പറയുമ്പോൾ അങ്ങനെ ഒരാൾ തന്നെ ലാസ്റ്റ് വരെ തലയായിട്ട് പോകും. ഒറ്റ ആളെ ഉണ്ടാവുള്ളൂ, അയാള് മാത്രം. അത് നമുക്ക് കാണുമ്പോ തോന്നുന്ന സാധനം തന്നെ കേട്ടോ. ഇവനങ്ങോട്ട് ആദ്യം തല ചെയ്യുന്നവനങ്ങോട്ട് ഒതുങ്ങിയിട്ട് അപ്പുറത്ത് കയറിയിട്ട് ആ ആള് തലയും മാറും. അങ്ങനെ വെച്ച് മാറി തലകളെ മുന്നോട്ട് ഇങ്ങനെ വേറെ കൊണ്ടുവരുന്നത് രസമായിട്ടുണ്ട്. അത് ഭയങ്കര ഫീലോടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ രംഗന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. കാരണം അത് ഒരു 2 ദിവസം ഇരുന്ന് നമുക്ക് വീട് ചെയ്യാൻ പറ്റും.
ഇനി അതിന് മുതിരുന്നില്ല. കാരണം രംഗനെ കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. എനിക്ക് ആളുടെ ഫൈറ്റ് ഉണ്ടല്ലോ, ആള് ഫൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി, കൊറിയോഗ്രാഫി, അത് ഫൈറ്റ് കൊറിയോഗ്രാഫി വേറെ ലെവലാണ്. ആര് ചെയ്താണെങ്കിലും സൂപ്പറാണ്. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല, നമ്മൾ എന്താ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും, അതിലേക്കൊന്നും പോകുന്നില്ല. ഇത് ഫഹദ് ചെയ്തു വെച്ചിരിക്കുന്നില്ലേ, ഫഹദിൻ്റെത് ഇടിയായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിൽ ഏറ്റവും ഭീകരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ടോവിനോ വളരെ മികച്ചതാണ്. ഇപ്പൊ ഫഹദ് ഫാസിൽ ഈ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു ഫഹദിന്റെ ഫൈറ്റ്, അതായത് ഇതൊരു ചൈനീസ് ഒക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സാധനം ഐറ്റംസ് പോലെയൊക്കെയാണ് പല സാധനങ്ങളും ഉണ്ട്. അതായത് സ്പീഡ്, അതേപോലെ ഫൈറ്റ് ചെയ്യുന്ന രീതികൾ, പെർഫെക്ഷനോ, കാലൊക്കെ ഉയർത്തിയിട്ട് താഴേക്ക് ലാൻഡ് ചെയ്യുന്നതൊക്കെ, കാല് വെക്കുന്നതൊക്കെ എന്താണ്. പിന്നെ ആളുടെ ഓരോ സമയത്തുള്ള ബോഡി ലാംഗ്വേജ്, പിന്നെ മുഖത്ത് ഒരു വലിയ സംഭവം ചെയ്യാന്നുള്ളത് തോന്നില്ല. എന്ത് ആ ക്യാരക്ടർ വിടാതെ തന്നെ ഈസി ആയിട്ട് പുഷ്പം പോലെ ചെയ്യണേ, പുല്ലെടുത്ത് മാറ്റുന്ന പോലെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് പോവാണ്. അതും നമുക്ക് തോന്നും ഇത്രയും പേരൊക്കെ ഇയാൾ ഇടിച്ചിടുവോ. അതെ, പക്ഷെ ആ ഫൈറ്റ് കാണുമ്പോ ഇതൊക്കെ എന്തോ ഒരു 100 പേരും കൂടി പോന്നോട്ടെ, അങ്ങനത്തെ രീതിയിലുള്ള മേക്കിങ് ഫൈറ്റിന്റെ സ്വഭാവം. അതായത് ആൾക്ക് പല രീതിയിലുള്ള ഇമോഷൻസ് ഉണ്ട്, വീക്ക് പോയിന്റുകളുണ്ട്. ആ വീക്ക് പോയിന്റ് മറികടന്ന് അതങ്ങ് ചെയ്ത് കാണിച്ചു കൂട്ടുമ്പോൾ ഭീകര എഫക്റ്റാണ് സത്യം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പിന്നെ സജിൻ, ഞാൻ ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ് സജിൻ ഗോപു. എന്നാ ഓനെ സിനിമയില് ശരിക്കും സെക്കൻഡ് ഹീറോ എന്ന് തന്നെ പറയാം. അതായത് ഫഹദ് വരെ ഞെട്ടുന്ന ഒരു സീനുണ്ട് അതിനകത്ത്. അതിനൊരു ഭീകര സാധനം അതാണ്. അത് ഇതിലും കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ ആ 3 പയ്യന്മാരുടെ കാര്യം പറഞ്ഞില്ലേ, തലയെ മാറുന്നത്, അങ്ങനെയുള്ള തലയാകാനുള്ള സാഹചര്യങ്ങള് ചില സമയങ്ങളിൽ സജിനും കൂടി കൊടുത്തിട്ടുണ്ട്. അതെ, സത്യം. ആ സമയത്ത് മാറി നിൽക്കുകയാണ് അതിന്റെ കഥാപാത്രം. അത് എന്ത് രസമായിട്ട് ചെയ്തിട്ടുള്ളത് അറിയോ. ക്ലൈമാക്സിൽ ഒരു സാധനം ഉണ്ട് മക്കളെ, അതിൽ ഐഡന്റിറ്റി വിട്ടുകൊടുക്കുന്ന സാധനല്ലേ. അതിലെനിക്ക് ആ ഐഡന്റിറ്റിയിൽ ആ കോട്ട് ഉണ്ടല്ലോ, സജിന്റെ കോട്ട്, അതും കൂടി പുറത്തിങ്ങനെ ഇട്ടിരുന്നെങ്കിൽ ബ്ലാക്കിന്റെ മുകളിൽ ഭയങ്കര രസമായനെ. അത് ഒന്നുകൂടെ ഒരു വെറൈറ്റി ആയനെ. ഇതിപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ചട്ടമ്പിനാടിലെ മല്ലയ്യ കഥാപാത്രം ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഭാഗം, കുറച്ച് രീതികൾ, കുറച്ച് സംഭവങ്ങൾ, അതായത് കന്നഡ അതേ ഡയലോഗ്, അതേ റെഫറൻസ് കൊടുത്തിട്ടുണ്ടല്ലോ ലാസ്റ്റ്. നായിന്റെ പട്ടി സാധന. പിന്നെ ആളുടെ ഇൻസ്റ്റഗ്രാമിൽ ലൈക്ക് ഇട്ട് അതിന്റെ വിഷമൊക്കെ അതൊക്കെ ശരിക്കും ആ സമയത്തൊക്കെ തിയേറ്ററിലെ ഫസ്റ്റ് ഡേക്ക് പോയപ്പോഴുള്ള അവസ്ഥ കയ്യടി ഒക്കെ പറയാ, എമ്മൊരു കയ്യടിയാന്നറിയോ. ഇപ്പട്ട എന്റെ മോനല്ലേ, അത് ഞങ്ങളത് കേട്ടോ, അത് ഞങ്ങളുടെ സ്വന്തം കേട്ടോ. അത് ഞങ്ങൾ പണ്ട് മുതലേ ഇടുന്ന സാധനം, ഞങ്ങൾക്ക് അങ്ങനെയാണ്. എന്റെ മോനെ അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. ഇത് എനിക്കൊരു സംശയമുണ്ട്, നമ്മുടേതാണോ മോനെ ആക്കിയതാണോ, എടാ മോനെ ആക്കിയതായിരിക്കും എന്റെ മോനെ എന്ന് ഞങ്ങൾ റിയാക്ഷൻ ചെയ്ത സമയങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വരാറുണ്ട്. അത് അതെടുത്ത് പോയതൊന്നും പറയണ്ട, ഇനി അതും പറഞ്ഞുകൊണ്ട് നടന്നോളാൻ പറയും. പക്ഷെ ഇതിന്റെ തന്നെയാണ് അത് വേറെ കാര്യം. ഇതെടുത്തിട്ട് പോയത് എന്റെ മോനെ എടുത്തതാണോ അല്ലേ എന്നുള്ള അറിഞ്ഞൂടാ, അതാർക്കും പറയാനാണ്. ആവേശം കണ്ടിട്ട് ഭയങ്കര ആവേശത്തിലാണ്, ഞാൻ ഭയങ്കര ആവേശത്തിലാണ്. കാരണം അതില് ഇപ്പോ അഭിനയിച്ചവരെല്ലാവരും ഭീകരന്മാരാണ്, ഒരു രക്ഷയില്ല. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ടെക്നീഷ്യൻസ് ടെക്നിക്കൽ രീതിയിൽ ഏതിനൊക്കെ എങ്ങനെ എടുത്തു പറഞ്ഞാലും അവരുടെയും അഴിഞ്ഞാട്ടാണ്. സുഷിൻ ശ്യാം എൻ്റെ മോനെ രോമാഞ്ചത്തിന് ശേഷം പീക്ക് ലെവലിലാണ് ആള്, പൊളിച്ചടിക്കുകയാണ്. ഞാൻ നിന്ന് ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ടേ എഴുതി കാണിക്കുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ നിന്ന് ഡാൻസ് ചെയ്തോ, ഞാൻ മറന്നു പോയിച്ചു. അയ്യോ, ഞാൻ ആരെങ്കിലും ഒക്കെ നോക്കുവോ എന്നൊക്കെ മനസ്സില്. അതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയൊന്നും കരുതാറില്ലല്ലോ. എന്നാലും നമ്മൾ ഡാൻസ് ചെയ്യാറില്ല, അങ്ങനെ കരുതേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങ് കളിക്കേക്കണം. പക്ഷെ നീ ഇല്ലാഞ്ഞിട്ട് എനിക്ക് ആ ഒരു പക്ഷെ രംഗുണ്ടായിരുന്നു അവിടെ. ഇവൻ കളിക്കാറില്ല കേട്ടോ, ഞാൻ കളിക്കാറുള്ളൂ. പക്ഷെ അവൻ ഉണ്ടായ ഓളത്തിന് എന്ന് പറഞ്ഞിട്ട് തള്ളിയുടെ ഏത് കുഴിയിലും കൊണ്ടുപോയി ചാടിക്കാൻ ആളുണ്ടാവണം. എന്നിട്ട് ആവേശം കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറഞ്ഞ, നീ എന്നോട് എന്താന്ന് പറഞ്ഞ, ഞാൻ കണ്ടു കഴിഞ്ഞിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ആവേശം എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടതാണല്ലോ, അതിന്റെ അത്രക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. കാരണം സിനിമ ആഗ്രഹിക്കുന്ന, സിനിമ സ്വപ്നം കാണുന്ന രണ്ടാൾക്കാരാണ് ഞങ്ങൾ, അതിന്റെ വഴിയെ സഞ്ചരിക്കുന്നവരും കൂടിയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും, ഒരു സംശയമല്ല. വളരെ മികച്ച സിനിമ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആവേശം വരുമോ എന്നൊരു തോന്നലുണ്ടായിരുന്നു.
ഓപ്പണായിട്ട് പറയും ആവേശം തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്ലാഷിലെ വിന്നർ നീ തന്നെയാണോ തല? അതിന് പറയണ്ട, ഇത് ഏത് സിനിമ, 2 സിനിമ നന്നായിട്ട് തന്നെ സിനിമയായിട്ട് ഞങ്ങളുടെ മത്സരം ഞങ്ങളുടെ മത്സരം അതിപ്പോ ഇനി വരാൻ പോണ കിഴി എപ്പിസോഡിൽ വിഷുവാണ്, ഇതൊക്കെ ഞാൻ തന്നെയാണ് വിന്നർ. അല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് വർഷങ്ങൾക്ക് ശേഷത്തിന് ഞാൻ പോയി ഇവൻ ആവേശത്തിന് പോയി ആർക്ക് കൂടുതൽ റേറ്റിംഗ്സ് എന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 2 പേര് 8 കൊടുത്തു. ജിത്തു മാധവ് ഒരു രക്ഷയില്ലാത്ത പണി അറിയാം. ഇനി ആളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ചെറിയൊരു കണ്ടന്റ് ആണെങ്കിൽ പോലും ഏത് രീതിയിൽ കൊടുക്കണം എന്ന് നന്നായിട്ട് അറിയാം, പണി അറിയാം, ഒരു സംശയമില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇനി ഡൗട്ട് അടിക്കണ്ട. ജിത്തുമാധവനാണോ അങ്ങനെയല്ല, സിനിമ ആരും പോയി ചെയ്തോ, നടന്മാരോടാണ്. ഒരു തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പോവാം അല്ലേ? നല്ല ഒരു സിനിമ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായ സാധനം. ഇപ്പൊ അങ്ങനെ കുറെ ഒരേ ടൈപ്പ് സാധനം ഞാൻ ചെയ്ത് മടുത്തു, ഇനി വേറെ സാധനം പിടിക്കാമെന്ന് ആഗ്രഹിക്കുമ്പോൾ ജിത്തുവിനെ വിളിക്കുക, ഒരു സാധനം തയ്യാറാക്കുക. എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഫഫേന്റെ സിനിമ ഏത് കണ്ടിട്ടുണ്ടോ അതിൽ എന്റെ ഫേവറേറ്റ് ക്യാരക്ടറാട്ടോ ഗംഗ. രംഗ മോനെ ആരംഭിച്ചു ഓർമ്മയില്ലേ? ഇതൊന്ന് പൊക്കി വലിച്ചിടായിരുന്നു. എന്താണെങ്കിലും രംഗണ്ണ അടുത്ത ഒരു ചാൻസ് ഉണ്ട്, നല്ല ഒന്നാതരം ചാൻസ് കൂടെ ഉണ്ട്, ഒരു ഹൈ വോൾട്ടേജ് സിനിമയ്ക്കും കൂടി ഉള്ളത്, വേറെ ലെവൽ സാധനം. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ എന്തായാലും പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.